നമസ്കാരം. നമ്മുടെ ഇടയിൽ പല സ്കിൻ ടൈപ്പ് ഉള്ളവർ തന്നെ ഉണ്ടല്ലേ. അതിൽ വളരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സ്കിൻ ടൈപ്പ് തന്നെയാണ് ഡ്രൈ സ്കിൻ എന്നുള്ളത്. അപ്പോൾ ഈ ഡ്രൈ സ്കിന്ന് നമുക്ക് മാറ്റാൻ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ അത് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്നറിയാം. ഇത് നാച്ചുറൽ ഡ്രൈനെസ് എന്ന് പറയുന്നത് ആയുർവേദത്തിൽ നമ്മൾ വാതദോഷത്തിൻ്റെ ക്വാളിറ്റി ആയിട്ടാണ് പറയുന്നത്. ഈ ദോഷങ്ങൾ ഇംബാലൻസ് ആവുന്ന സമയത്ത് പലപ്പോഴും ഇത് രൂക്ഷമായി മാറാറുണ്ട്. രൂക്ഷ എന്ന് പറയുമ്പോൾ യസ്യ ശോഷണോ ശക്തി സ രൂക്ഷ. ഡ്രൈനെസ്സിന് കാരണമായി തീരുന്നത് എന്താണോ അതാണ് രൂക്ഷമായിട്ടുള്ളത്. അതായത് നമ്മൾ കഴിക്കുന്ന ആഹാരമാവാം, ചിലത് വളരെ ഡ്രൈ ആയിട്ടുള്ള ഡീപ്പ് ഫ്രൈ ചെയ്ത കാര്യങ്ങളൊക്കെ കഴിക്കുന്ന സമയത്തോ, അല്ലെങ്കിൽ നമ്മൾ ശീതളപാനീയങ്ങളും അമിതമായിട്ടുള്ള തണുപ്പ് ഉപയോഗിക്കുന്ന സമയത്ത്, ഒത്തിരി സമയം വെള്ളത്തിൽ ഇരിക്കുന്ന, ഇപ്പോൾ കുളിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഓവർ ബാത്ത് ഒന്നിൽ കൂടുതൽ 2, 3, 4 തവണയൊക്കെ കുളിക്കുന്നവരുണ്ടായിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഈ ഡ്രൈ സ്കിൻ കൂടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ചില കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടാവാം, അല്ലെങ്കിൽ മരുന്നുകളുടെ ഉപയോഗം കൊണ്ടാവാം. ഇങ്ങനെയുള്ള പല കാരണങ്ങളുണ്ട് കേട്ടോ. അതുപോലെ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഉള്ളിലേക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇങ്ങനെ പുറമേ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ അതല്ലാതെ എപ്പോഴും നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസ് ഹെൽത്തി ആണോ എന്നുള്ളതും കൂടെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. പലപ്പോഴും നമുക്ക് സ്കിൻ എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു അവയവമായതുകൊണ്ട് ഓർഗൻസിൻ്റെ എന്തെങ്കിലും താളപ്പിഴവ് സംഭവിച്ചാൽ അത് ആദ്യം വരുന്നത് നമ്മുടെ സ്കിന്നിലായിരിക്കും അതിൻ്റെ ലക്ഷണങ്ങൾ. അപ്പോൾ നമ്മളത് കണ്ടുപിടിക്കുന്നതും സ്കിന്ന് വെച്ചിട്ട് തന്നെയാണ്. അപ്പോൾ പലപ്പോഴും സംഭവിക്കാറുള്ളത് ഇൻറ്റേർണൽ അതായത് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം ഓക്കെ അല്ലെങ്കിൽ നമുക്ക് സ്കിന്നിൽ ചിലപ്പോൾ പല പ്രശ്നങ്ങളും കാണപ്പെടാറുണ്ട്. ചില ബ്യൂട്ടി പ്രോഡക്ട്സുകൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് അതിലെ കെമിക്കൽസിൻ്റെ പ്രശ്നങ്ങളും ഉണ്ട്. ഇതുപോലെ ഡ്രൈനെസ് സ്കിന്നിൽ കൂടുതലായിട്ട് തോന്നാറുണ്ട്. അതുപോലെ സ്ട്രെസ്സ് നമ്മുടെ ശരീരത്തിൽ കൂടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഹോർമോൺ റിലേറ്റഡ് ആയിട്ടുള്ളതിപ്പം തൈറോയിഡ് രോഗമാവാം. അങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ടും നമ്മുടെ ഹോർമോൺ വ്യതിയാനങ്ങൾ കൊണ്ട് ഇങ്ങനെയുള്ള ഡ്രൈനെസ് ഫീൽ ചെയ്യാറുണ്ട്. മദ്യപാനം, പുകവലി, അതുപോലെ കഫീൻ അടങ്ങിയിട്ടുള്ള ചായയും കോഫിയൊക്കെ അധികമായിട്ട് കുടിക്കുന്നവർക്ക്, മധുരത്തിൻ്റെ ഉപയോഗം കൂടുതലായിട്ടുള്ളവർക്ക്, ഇങ്ങനെയുള്ളവർക്കും ഒക്കെ തന്നെ ഈ ഒരു ഡ്രൈനെസ് കൂടുതലായിട്ടും കാണപ്പെടാറുണ്ട്. കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ്, എക്സിമ, സെബോറിക് ഡെർമറ്റൈറ്റിസ് ഇങ്ങനെയുള്ള കണ്ടീഷനിലേക്കും ഇത് മാറാറുണ്ട്. അതായത് പലപ്പോഴും റെഡിഷ് ആയിട്ടുള്ള റാഷസ് വരുന്നതും, വളരെ ചൊറിച്ചിൽ അനുഭവപ്പെടുന്നതും, സ്കിന്നിൽ വൈറ്റ് വര പോലെ കാണപ്പെടുന്നതും, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരാറുണ്ട്. ചിലർക്കത് തലയിൽ, സ്കാൽപ്പിൽ താരൻ രൂപത്തിൽ ഡാൻഡ്രഫ് കൂടുതലായിട്ട് കാണുന്ന സെബോറിക് ഡെർമറ്റൈറ്റിസ് കേസുകളുണ്ട്. ഇതൊക്കെ തന്നെ നമ്മുടെ സ്കിന്ന് കൂടുതലായിട്ടും ഡ്രൈ ആയി പോകുന്ന അവസ്ഥയിലാണ് കാണപ്പെടാറുള്ളത്. ഇതിലും തന്നെ ഈ വെള്ളം കുടിക്കുന്ന കാര്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സ്ലീപ്പ് റൂട്ടീനും വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. കറക്റ്റായിട്ടുള്ള ഒരു പ്രോപ്പറായിട്ടുള്ള ഉറക്കം കിട്ടാത്ത ആളുകൾക്കും ഇത് വളരെ പ്രശ്നമായിട്ട് കാണാറുണ്ട്. പിന്നെ നമ്മൾ ഓൾറെഡി ഡ്രൈ സ്കിൻ ഉള്ളവർ, ജനറ്റിക്കലി ഈ ഡ്രൈ സ്കിൻ ഉള്ള ചിലവരുണ്ടായിരിക്കും. അത് ചിലപ്പോൾ നമുക്ക് വേറെ എന്തൊക്കെ ചെയ്താലും തന്നെ അതൊരു കുറവും വരാത്തൊരവസ്ഥ കാണാറുണ്ട്. അത് നമുക്കൊരു പരിധി വരെയൊക്കെ കുറച്ച് കൊണ്ടുപോകാനേ പറ്റുള്ളൂ. പൂർണ്ണമായിട്ടും മാറ്റാൻ കഴിയില്ല. മറ്റുള്ള കാരണങ്ങൾ കൊണ്ടാണെങ്കിൽ നമ്മുടെ പ്രയത്നം കൊണ്ടും, അല്ലെങ്കിൽ നമ്മുടെ റുട്ടീനിൽ വരുന്ന ചേഞ്ചസ് കൊണ്ടും, ചില അപ്ലിക്കേഷൻ കൊണ്ടും ഒക്കെ തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കഴിക്കേണ്ട ചില ആഹാരങ്ങളുണ്ട്. അതെന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ഒമേഗ 3 അടങ്ങിയിട്ടുള്ള, നമുക്കറിയാം ചെറിയ മത്സ്യങ്ങളിലാണ് ഏറ്റവും കൂടുതലായിട്ട് ഒമേഗ 3 ഉള്ളത്. അതുപോലെ ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ള ബെറീസ്, ആപ്രിക്കോട്ട്, ആപ്പിൾ, പപ്പായ, ഇനി പച്ചക്കറികളാണെങ്കിൽ ക്യാരറ്റ്, അല്ലെങ്കിൽ ലീഫി വെജിറ്റബിൾസ് ഏതും തന്നെയാവാം, വെണ്ടയ്ക്ക, മത്തൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും. അതുപോലെ തന്നെ നട്ട്സുകളായാലും അമിതമാവരുത്, 2 വീതമൊക്കെ തന്നെ. കാഷ്യൂ നട്ട്, ഹേസൽ നട്ട്, അല്ലെങ്കിൽ ബദാം പരിപ്പ്, ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഇനി ഹെൽത്തി ഓയിലുകളായിട്ട് ബട്ടറോ നെയ്യോ ഒക്കെ തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതും നല്ലതാണ്. അതല്ലെങ്കിൽ പാചകം ചെയ്യാൻ വേണ്ടിയിട്ട് ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ, നല്ലെണ്ണ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. അതുപോലെ ഒലീവ് ഓയിൽ, ഇതെല്ലാം യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഇതൊന്നുമല്ല, ഇതിൽ എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കാനിരിക്കുന്ന ഒരു ഭാഗം ഇതാണ്: ഇതിന് ഉപയോഗിക്കാം എന്നുള്ളതാണല്ലേ. ഉപയോഗിക്കാം എന്നതിലുപരി എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കണം, ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ആദ്യത്തെ ചവിട്ടുപടി. ഇതിൽ ഞാൻ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് കൊണ്ടാണ് നമുക്കുള്ളതെന്നുണ്ടെങ്കിൽ അത് ഒന്ന് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത്തരം ഹോർമോണൽ ഇഷ്യൂസ് ഒക്കെ ആണെങ്കിൽ നമുക്കത് ബാലൻസ് ചെയ്തതിന് ശേഷമേ നിങ്ങൾ എന്ത് അപ്ലൈ ചെയ്തിട്ടും കാര്യം ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നതിന് കൂടെ നമുക്ക് ചില മരുന്നുകൾ കൂടെ
ഇത്തരം മരുന്നുകളുടെ അപ്ലിക്കേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിലൊന്നാണ് നമ്മുടെ കൈകാല് ചുളിവുകൾ, അതുപോലെ കാല് വിണ്ട് കീറുന്ന പ്രശ്നങ്ങൾ, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കറിയാം ശതദൗതകൃതം ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഇത് പല രീതിയിൽ നമുക്ക് ഇപ്പം ചില സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ അത് ഉണ്ടാക്കുന്നത് കാണാറുണ്ട്. അതിനൊരു കറക്റ്റായിട്ടുള്ള മെത്തേഡൊക്കെ ഉണ്ട് കേട്ടോ. അത് നമ്മൾ വിചാരിച്ചതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന വെസൽ അല്ലെ പാത്രം ഏതാണോ അതിൻ്റെ ഗുണങ്ങൾ കൂടെ ഇതിൽ പറയുന്നുണ്ട്. അത് ഇന്ന രീതിയിൽ തയ്യാറാക്കണം എന്നൊക്കെയുണ്ട്. അത് ഉണ്ടാക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ക്ലാസിക് മെത്തേഡിൽ തന്നെ ഉണ്ടാക്കുക, എങ്കിലേ അതിൻ്റെ പൂർണ്ണമായ ഗുണം ഉണ്ടായിരിക്കുകയുള്ളൂ. അതല്ലെങ്കിൽ നിങ്ങൾക്ക് കോട്ടക്കൽ പോലുള്ള നമ്മുടെ ലീഡിങ് ആയിട്ടുള്ള പല ബ്രാൻഡുകളുണ്ട്, അതിൽ നിന്ന് വിശ്വസിച്ച് വാങ്ങിച്ച് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇത് മാത്രമല്ല, നമുക്ക് ചില ഓയിലുകളും കൂടെ ഉപയോഗിക്കാൻ പറ്റും. അത് ധാന്വന്തരം കുഴമ്പ് പോലുള്ളവയോ അല്ലെങ്കിൽ പിണ്ടതൈലം പോലുള്ളവയോ ഒക്കെ തന്നെ ഉപയോഗിക്കാം. അതല്ലാതെ അതിപ്പോൾ നമുക്ക് അതൊക്കെ ഉപയോഗിക്കുന്ന സമയത്താണെങ്കിൽ ഇതൊരു കുഴമ്പിൻ്റെ ഇഫക്റ്റ് മാത്രമല്ല, ഈ ഒരു ഡ്രൈനെസ് മാത്രമല്ല, ശരീരത്തിൽ വേദന ഉണ്ടെങ്കിൽ, കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാനും ഒക്കെ വളരെ നല്ലതാണ്. ഇനി അല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് നാൽപ്പാമരാതി വെളിച്ചെണ്ണയോ ഏലാതി വെളിച്ചെണ്ണയോ ലാക്ഷാതി വെളിച്ചെണ്ണ, ഇതുപോലുള്ള വെളിച്ചെണ്ണകൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി. ഇത് കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കാം ഡ്രൈനെസ് മാറാൻ. എപ്പോഴും ഇതുപോലുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യും. ഇത്തരം ഓയിൽമെൻറ്റുകളൊക്കെ അല്ലെങ്കിൽ എണ്ണകളൊക്കെ നമ്മൾ ഉപയോഗിക്കുകയും ചെയ്യുന്നതാണ് ഫസ്റ്റ് പ്രയോറിറ്റി. പിന്നെയാണ് നമ്മൾ മറ്റുള്ള അപ്ലിക്കേഷനിലേക്ക് കിടക്കുന്നുള്ളൂ. അതുപോലെ ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിസൾട്ട് കണ്ടിട്ടുള്ള ഒന്ന് തന്നെയാണ് ഗ്ലിസറിനും റോസ് വാട്ടറും സമം എടുത്തിട്ട് അപ്ലൈ ചെയ്യുന്നത്. ഇത് വാഷ് ചെയ്ത് കളയേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മുടെ സ്കിന്നിലേക്ക് പെനിട്രേറ്റ് ചെയ്ത് പോകുന്നത് കൊണ്ട് ഇത് ഈക്വൽ എമൗണ്ടിൽ എടുക്കുക, അപ്ലൈ ചെയ്യുക. വളരെ നല്ല റിസൾട്ട് ഉള്ള ഒന്നാണ്. അതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അതുപോലെ തന്നെയാണ് നമുക്ക് ചില ക്രീമുകൾ, മോയ്സ്ചറൈസിങ് ക്രീമുകൾ നമ്മുടെ വീഡിയോയിൽ ഒത്തിരി പറഞ്ഞിട്ടുണ്ട്. ഒരു ടൊമാറ്റോ ഉപയോഗിച്ചിട്ട് ക്യാരറ്റും കൂടെ മിക്സ് ചെയ്തിട്ട് തയ്യാറാക്കുന്നത് പറഞ്ഞിട്ട്, അതുപോലെ ഷിയ ബട്ടർ അപ്ലൈ ചെയ്യുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെ മോയ്സ്ചറൈസ് ചെയ്ത് നിലനിർത്തുക. എപ്പോഴും തന്നെ ഏത് സ്കിൻ ടൈപ്പ് ആയാലും, അത് ഈവൻ നമ്മുടെ ഓയിലി സ്കിൻ ആയാൽ ഒരു മോയ്സ്ചറൈസർ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. അത് ഏത് വേണം എന്നുള്ളത് പൊതുവേ നമ്മൾ ഇത്തരം സോഷ്യൽ മീഡിയയിലൂടെ, അതിപ്പം ആരായാലും നിങ്ങളോട് റെക്കമെൻഡ് ചെയ്യുമ്പം ബ്ലൈൻഡായിട്ട് വിശ്വസിച്ച് വാങ്ങി ഉപയോഗിക്കുകയല്ല. ഈവൻ നമ്മുടെ വീഡിയോയിൽ കണ്ടാൽ പോലും അങ്ങനെ ഉപയോഗിക്കരുത്. കാരണം നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്കിൻ ടൈപ്പ് മാച്ച് ആയിട്ടുള്ളത് ഏതാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ തന്നെ കണ്ടുപിടിച്ച് അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത് എന്നുള്ള ഒരു അറിവ് കിട്ടിക്കഴിഞ്ഞാൽ സ്വയം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ ഒരു മോയ്സ്ചറൈസർ കണ്ടുപിടിച്ച് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഡ്രൈ സ്കിന്നുകാർക്ക് മാറ്റി വെക്കാൻ പാടില്ലാത്ത ഒന്നാണ് മോയ്സ്ചറൈസിങ് ക്രീം എന്നുള്ളത്. പലപ്പോഴും നമ്മൾ ഫേസ് പാക്കുകളൊക്കെ അപ്ലൈ ചെയ്യാറുണ്ടല്ലോ, അത് ഒരുപാട് ഡ്രൈ ആയി പോവാതെ ശ്രദ്ധിക്കണേ. അപ്പോൾ നമുക്ക് സ്കിന്നിനൊരു ഗ്ലോ ഒക്കെ കിട്ടും, പക്ഷെ സ്കിന്ന് ഡ്രൈ ആയി പോവും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ അത്തരക്കാർ പാൽപ്പാട പോലുള്ളതൊക്കെ തന്നെ ഉപയോഗിക്കുക, അതുപോലെ തന്നെ തിളപ്പിച്ച പാല് ഉപയോഗിക്കുക. ഇതൊക്കെയാണ് മിക്സ് ചെയ്യാൻ നല്ലത്. അല്ലാതെ സിട്രസ് ആയിട്ടുള്ള തക്കാളി ജ്യൂസ് ആയാലും അല്ലെങ്കിൽ നമുക്ക് നാരങ്ങ നീര് ചേർത്തിട്ടും ഒക്കെ നമ്മൾ തയ്യാറാക്കില്ലേ, അതുപോലെ ഒത്തിരി പുളിയുള്ളതും ഉള്ള കാര്യങ്ങളൊന്നും തന്നെ ഇതിൽ ആഡ് ചെയ്യാത്തതാണ് നല്ലത്. ഇത്തരം ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് അവരുടെ കാര്യമാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഡ്രൈ സ്കിൻ എന്നുള്ളത് അത്ര നിരാശപ്പെടുത്തുന്ന ഒന്നല്ല, ട്രീറ്റ് ചെയ്താൽ നേരെയാക്കി കൊണ്ടുപോകാൻ പറ്റുന്ന ഒന്നുകൂടിയാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളതായിരിക്കും. കണ്ടു കഴിഞ്ഞാൽ ഷെയർ ചെയ്യാൻ കൂടെ ഓർക്കണേ. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നല്ലൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.